കഷ്ടപ്പാട് സഹനവും തമ്മിൽ കാതലായ വ്യത്യാസമുണ്ട്. കഷ്ടപ്പാട് എപ്പോഴും നമുക്ക് കണ്ണീരാണ് നൽകുന്നതെങ്കിൽ സഹനം എപ്പോഴും നമ്മുടെ മനസ്സിന് സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഒക്കെയാണ് സമ്മാനിക്കുന്നത്. ക്രിസ്തുവിനെ പോലെ ജീവിക്കാൻ പറ്റുക. ഈ ഭൂമിയിൽ എല്ലാവരും അവരവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ ക്രിസ്തു മാത്രം ജീവിച്ചത്, ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന മനോഹരമായ വാചകം ഇങ്ങനെയാണ്: ദ മാൻ ഹൂ ലിവ് ഫോർ അതേഴ്സ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനായിരുന്നു ക്രിസ്തു. ആവുമോ നമുക്ക് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാൻ, മറ്റുള്ളവർക്ക് വേണ്ടി സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കുന്നെങ്കിൽ അവിടെയാണ് ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായിത്തീരും. സ്നേഹമുള്ളവരെ, ജീവിതത്തിൻ്റെ നെഗറ്റീവ് അനുഭവങ്ങളെ കാണിക്കാൻ നമ്മളൊരു നേർരേഖയാണ് വരയ്ക്കുന്നത്. ഈ നേർരേഖയുടെ നെടുകെ ഒരു ചെറിയ വര വരച്ചാൽ മതി, അതെന്തായിത്തീരും? പോസിറ്റീവായി. അതാണ് കുരിശ്. ജീവിതത്തിൻ്റെ നെഗറ്റീവ് അനുഭവങ്ങളുടെ ഒത്ത നടുക്ക് ദൈവത്തിൻ്റെ സ്നേഹത്തെ പ്രതിഷ്ഠിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ നെഗറ്റീവ് അനുഭവങ്ങളൊക്കെ പോസിറ്റീവായിട്ട് മാറ്റപ്പെടും. ജീവിതത്തിൻ്റെ വേദനകളാകാം, പ്രയാസങ്ങളാകാം, പ്രതിസന്ധികളാകാം, എന്തൊക്കെയാണെങ്കിലും അത് നിന്റെ നെഗറ്റീവ് അനുഭവമായിട്ട് ഒരു നേർരേഖയായി കിടക്കുന്നെങ്കിൽ അതിൻ്റെ നെടുകെ ക്രിസ്തുവിൻ്റെ സ്നേഹമാകുന്ന ഒരു ചെറിയ വര വരയ്ക്കാൻ മനസ്സ് കാണിച്ചാൽ അത് പോസിറ്റീവായിട്ട് മാറ്റപ്പെടും.